ഡോക്ടർ പറഞ്ഞ രീതിയിലുള്ള സിദ്ധ അതുപോലെ ആയുർവേദ തെറാപ്പി സെൻ്ററുകൾക്ക് സ്വാഭാവികമായിട്ടും, കാരണം എല്ലാവരും ഈ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനുള്ള ഓട്ടത്തിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മെഡിക്കൽ സ്റ്റോർ തൊട്ട് അതിൻ്റെ ഏത് ബ്രാഞ്ചും, സിദ്ധ ആയിക്കോട്ടെ, ഹോമിയോ ആയിക്കോട്ടെ, അലോപ്പതി ആയിക്കോട്ടെ, ഏത് ബ്രാഞ്ചും പ്രോഫിറ്റബിൾ തന്നെയാണ്. പിന്നെ അതെ, പിന്നെ വരുമ്പോഴത്തേക്ക് സൂപ്പർ മാർക്കറ്റ്. കാര്യം ഞാൻ പറയാം, എൻ്റെ മാമന് തന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇപ്പോൾ പുള്ളി ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ 1-2 പ്ലോട്ടുകൾ മേടിക്കുകയും ചെയ്ത് ഡെവലപ്മെന്റ് ആണ്. കാര്യം ഒറ്റയടിക്ക് സെയിൽസ് ഡബിളും ട്രിപ്പിളും അതിൽ കൂടുതലൊക്കെ ആയിട്ട് പോയി. പ്രത്യേകിച്ച് ട്രിപ്പിൾ ലോക്ക്ഡൌൺ വരുമ്പോഴത്തേക്കാണ് പുള്ളി പറയുന്നത് ഏറ്റവും കൂടുതൽ അതിനകത്ത് ഗുണം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡെവലപ്മെന്റ് വന്ന സെക്ടർ ഉണ്ട്, താഴോട്ട് പോയ ടെക്സ്റ്റൈൽസ് ഇങ്ങനെയൊക്കെ ഉള്ള അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. വേറെ ഒരുപാട് സെക്ടർ അറിയാമല്ലോ, പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന കുറച്ച് സെക്ടേഴ്സ് ആണ് ഈ പറയുന്ന ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് ബൂം തന്നെയാണ് വരാൻ പോകുന്നത്. നല്ല പ്രോപ്പർട്ടിയാണ്, വളരെ കാമായിട്ടുള്ളൊരു സ്ഥലമാണ്. വലിയ ട്രാഫിക്കും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് സെൻ്ററൊക്കെ നടത്താൻ പറ്റിയൊരു ആംബിയൻസ് ഇവിടെ ഉണ്ട്. വെഞ്ഞാറമൂട് ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, വെഞ്ഞാറമൂട് ജംഗ്ഷൻ വളരെ അടുത്താണ്. വെഞ്ഞാറമൂട് എത്തി. എക്സാക്ട്ലി ആ ജംഗ്ഷനിൽ നിന്നും 1 കിലോമീറ്റർ, നിയർലി 1 കിലോമീറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. അത് വെഞ്ഞാറമൂട്ടിൽ നിന്ന് 1 കിലോമീറ്റർ. ഇതാണ് നമ്മുടെ ബിൽഡിങ്. ഞാൻ വെഞ്ഞാറമൂട് ഫുള്ളൊന്ന് റൗണ്ടൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റിനൊക്കെ നല്ല സ്കോപ്പുണ്ട്. അതുപോലെ തന്നെ ഒരു മെഡിക്കൽ ലാബ്, അതായത് ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ളൊരു മെഡിക്കൽ ലാബിനുമൊക്കെ ഈ ഒരു ഏരിയയിൽ നല്ല സ്കോപ്പുണ്ട്. കാരണം ഇത്രയും കുറച്ച് ഔട്ട്സ്കേർട്സിലായതുകൊണ്ടും വണ്ടിയുടെ പാർക്കിങ്ങൊക്കെ നല്ലതുപോലെ ഉള്ളതുകൊണ്ടും അത്തരത്തിലുള്ള ഒരു ക്രൗഡൊക്കെ വന്നാലും ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നല്ല ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു ലാബ് ഇതിന് പറ്റിയൊരു സ്പേസ് ആയിട്ട് എനിക്ക് ഈ ഒരു പ്രോപ്പർട്ടി കണ്ടിട്ട് തോന്നി. എന്തായാലും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള SOHC എഞ്ചിനും UC എഞ്ചിനും തമ്മിലുള്ള വ്യത്യാസം ഞാൻ റൈഡ് ചെയ്തപ്പോൾ ഫീൽ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ആ ഡിസിപ്ലിൻഡ് റൈഡെന്ന് പറയാൻ ഉദ്ദേശിച്ചത്, നമ്മളൊരു റോയൽ എൻഫീൽഡ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു വളരെ കൂടുതൽ ഫാസ്റ്റായിട്ട് റൈഡ് ചെയ്യാൻ ബൈ ഡിഫോൾട്ട് വണ്ടിക്ക് ഒരു 100 ക്രോസ് ചെയ്തൊന്നും ഒരേ ലിമിറ്റിൽ അങ്ങനെ ഓടാൻ പറ്റുന്ന ഒരു എബിലിറ്റി ഉള്ള വണ്ടിയല്ല. എങ്കിലും പുതിയ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഈ സസ്പെൻഷനൊക്കെ സ്റ്റിഫായിട്ട് ട്യൂൺ ചെയ്തിരിക്കുന്നതിന് കാരണം ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും വൈബ്രേഷൻ ഇല്ല. അപ്പോൾ ഈ UC എഞ്ചിനിലായിരുന്നാലും കാസ്റ്റ് അയൺ എഞ്ചിനിലായിരുന്നാലും ഉള്ളൊരു വൈബ്രേഷൻ കൂടുതലായതുകൊണ്ടായിരുന്നിരിക്കാം അവർ സസ്പെൻഷനൊക്കെ സോഫ്റ്റായിട്ട് ട്യൂൺ ചെയ്തിരുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിൻ്റെ സസ്പെൻഷൻ ട്യൂണിങ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര റിസർച്ചിൻ്റെ ബേസിലാണ് അവർ പണ്ട് കണ്ടക്ട് ചെയ്തിരുന്നത്. കാരണം അതൊരു സ്പോർട്സ് യൂട്ടിലിറ്റിക്കും കൂടെ യൂസ് ചെയ്തിരുന്ന ഒരു മോഡലാണ് ഈ ക്ലാസിക് എന്ന് പറയുന്നത്. പിന്നീട് ഇതിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്നതാണ് ഈ കോണ്ടിനെൻ്റൽ GT എന്നൊക്കെ പറയുന്ന മോഡൽസ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ സോഫ്റ്റ് സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലുള്ള ഹംസൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല ഒരു കംഫർട്ടാണ് ഓടിച്ചു പോകാനൊക്കെ. അതുപോലെ ഓഫ് റോഡിൽ എസ്പെഷ്യലി UC എഞ്ചിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓഫ് റോഡിലുള്ള പെർഫോമൻസ് ആണ്. ഈ ഒരു സസ്പെൻഷനും എല്ലാം കൂടെ കൊണ്ട് നമ്മൾ ഒരു വലിയ ഓഫ് റോഡൊക്കെ ഓടിച്ചു പോയാലും അറിയത്തില്ല. ഞാനൊരു വളരെ മോശമായിട്ടുള്ളൊരു ഓഫ് റോഡ് ഞാൻ ക്ലാസിക് 350യിൽ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണാം. ഇത് ഞാൻ വെഞ്ഞാറമൂട് നിന്ന് വരുമ്പോൾ കുറച്ച് ഓഫ് റോഡായിട്ടുള്ള സ്ഥലത്ത് കൂടെ വരുമോ. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ റോഡൊക്കെ ഇളകി കിടക്കും. അപ്പോൾ അങ്ങനെ ഉള്ളിടത്ത് വരുമ്പോഴും നമുക്ക് നല്ലൊരു ഗ്രിപ്പ് കിട്ടും, വളരെ പ്ലാൻഡ് ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ റോയൽ എൻഫീൽഡിൻ്റെ ഈ ഒരു സോഫ്റ്റ് സസ്പെൻഷൻ്റെ ഒരു പ്രത്യേകതയാണ്. നല്ല വെയിറ്റ് നമുക്ക് വണ്ടിയിൽ ഫീൽ ചെയ്യും. അതേസമയം സ്റ്റിഫ് സസ്പെൻഷൻ ആകുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ജെർക്ക് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ആ വണ്ടിയുടെ ഒരു വെയിറ്റ് നമുക്ക് അത്രത്തോളം ഫീൽ ചെയ്യത്തില്ല. റോയൽ എൻഫീൽഡിൻ്റെ ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു എൻജിനിൽ നിന്നും, അതായത് UC എൻജിൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വളരെ സക്സസ്ഫുള്ളായ, പക്ഷേ ലോകമെമ്പാടും റോയൽ എൻഫീൽഡിനെ ഇത്രയും പോപ്പുലർ ആക്കിയുള്ളൊരു
നല്ല പങ്ക് ഈ ഒരു യൂണിറ്റ് കൺസ്ട്രക്ഷൻ എഞ്ചിൻ, അതായത് UC എഞ്ചിനുണ്ട്. അപ്പോൾ ഞാൻ ഒരുവിധമുള്ള വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു എഞ്ചിൻ്റെ ഒരു പ്രത്യേകതകളെല്ലാം. എനിക്ക് സത്യത്തിൽ അത്രത്തോളമൊന്നും അറിയത്തില്ലായിരുന്നു, പക്ഷേ എങ്കിലും അതും ഒരു ഫോറിനർ തന്നെയാണ് എനിക്ക്, അതായത് ഒരു ബ്രിട്ടീഷ് സിറ്റിസനായിട്ടുള്ള അല്ലെങ്കിൽ റോയൽ എൻഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ് എനിക്കിതിൻ്റെ ഇത്രയും പ്രത്യേകതകളൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ അതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എൻജിൻ നമുക്ക് ശ്രദ്ധിച്ചാലറിയാം. ഇതിൻ്റെ എൻജിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ചേസസ്, ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ശ്രദ്ധിച്ചറിയാം. ഇതൊരു സിംഗിൾ ട്യൂബുലർ പ്ലാറ്റ്ഫോമിലാണിത് ഘടിപ്പിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ വന്നിട്ട് ഒരു സിംഗിൾ ട്യൂബുലർ പ്ലാറ്റ്ഫോം വന്ന് ഈ എൻജിനിൽ ഫിക്സ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഈ ട്യൂബിൽ കൊണ്ടുവന്ന് എൻജിനെ ഫിക്സ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ ബാക്കിലത്തെ ഈ ഒരു ഫ്രെയിം വന്നിട്ട് ആ ഫ്രെയിമിൽ കൊണ്ടുവന്ന് എൻജിൻ്റെ ഒരു സൈഡും പിടിപ്പിച്ചിരിക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അടിയിലൊരു ഫുൾ ഇപ്പോഴത്തെ വണ്ടിയിൽ വരുന്ന കണക്കുള്ളൊരു ഡബിൾ ട്യൂബായിട്ട്, ആ ഡബിൾ ട്യൂബിലാണ് ഇപ്പോഴത്തെ വണ്ടിയിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള J സീരീസ് എൻജിൻ വെച്ചിരിക്കുന്നത്. അതൊരു J പ്ലാറ്റ്ഫോം എന്ന് തന്നെയാണ് അവർ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എൻജിനിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന മാതിരിയാണ് ഈ ഒരു എൻജിൻ ഇതിൽ ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കൺസ്ട്രക്ഷൻ ആയതുകൊണ്ടാണ് ശരിക്കും ഇതിന് ഭയങ്കര സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ്. അതായത് ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ലെങ്ത്ത്, ഈ ഒരു വണ്ടിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ലെങ്ത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വണ്ടിക്ക് ഇത്രത്തോളം ലെങ്ത്ത് ഇല്ലെന്നാണ് എനിക്ക് റൈഡ് ചെയ്തതിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞത്. പക്ഷേ എങ്കിലും ഇപ്പോഴത്തെ വണ്ടിക്ക് ഈ ഒരു എൻജിനെ അല്ല, അല്ലെങ്കിൽ വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എൻജിൻ ടെക്നോളജിയാണ്. ആ എൻജിൻ ടെക്നോളജിനെ കുറിച്ച് നമുക്ക് രണ്ടാമതൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഹാങ് ചെയ്തിരിക്കുന്നത്, അതായത് സെൻറ്ററിൽ തന്നെ വണ്ടിയുടെ ഒരു സെൻറ്റർ പോർഷനിലായിട്ട് ബോത്ത് സസ്പെൻഷൻ്റെ ഒരു സെൻറ്ററിലായിട്ട് ഇങ്ങനെ സസ്പെൻഡഡ് ആയിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇതിലിരുന്ന് റൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു എസ്പെഷ്യലി ഈ ഒരു വിങ്ഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നല്ലതുപോലെ അതിൻ്റെ ആ ഒരു റൈഡിങ് കംഫർട്ട് അറിയാം. അതായത് നമ്മൾ ശരിക്കും ഒരു ടോൾ ബോയ് ആയിട്ടുള്ള ഒരു നല്ലൊരു ക്രൂസർ ബൈക്കിൽ വളരെ, അതായത് നമ്മൾ വണ്ടി നന്നായിട്ട് ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്കിലോട്ടൊന്ന് ഇരിക്കും, അതായത് ബാക്കിലോട്ടൊരു ഫോഴ്സ് ബാക്കിലോട്ട് പോകും. അപ്പോൾ അത് നമ്മൾ ആ ഒരു സീറ്റിൻ്റെ സ്ട്രക്സിൽ ആ ഒരു സസ്പെൻഷനിൽ നമ്മൾ നന്നായിട്ട് ഇരിക്കുകയും അതിൻ്റെ ആ ഒരു സസ്പെൻഷൻ കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു റൈഡിങ് കംഫർട്ട് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും ഈ ഒരു വണ്ടിയിൽ. അപ്പോൾ ഈ പുതിയ മോഡൽ വണ്ടി വരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അത് ഹിമാലയനിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉള്ളൊരു വണ്ടിയായിരുന്നു. ഹിമാലയൻ ഒരുപാട് ഓഫ് റോഡിങ് അതിനൊക്കെ പർപ്പസിനൊക്കെ പറ്റിയൊരു വണ്ടിയായിരുന്നു. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടെക്നോളജി, അതായത് ഈ പുഷ് റോഡ് എന്ന് പറയുന്ന ഒരു സംവിധാനമേ അല്ല, ഒരു എൻറ്റയർലി ന്യൂ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയിലൂടെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് പറഞ്ഞ് മനസ്സിലാക്കി തന്ന ആൾ പറഞ്ഞു തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ വണ്ടിയുടെ പിസ്റ്റൺ ഇങ്ങനെ അടിക്കുന്ന സ്ഥലം ഇവിടെയാണ്, ഇതിനകത്താണ് ഇതിൻ്റെ പിസ്റ്റണിൻ്റെ മൂവ്മെൻറ്റ്. അതും നമുക്കറിയാം ഇത്രയും ഒരു ലോങ് ഷോർട്ടായിട്ട്, അല്ലെങ്കിൽ ഇത്രയും ലോങ് ആയിട്ടുള്ളൊരു പിസ്റ്റൺ ഫങ്ഷനിങ് ആയതുകൊണ്ടാണ് ഇതിന് ആ ഒരു ദഗ് 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 എന്നുള്ള ഒരു സൗണ്ട് തന്നെ വരുന്നത്. അപ്പോൾ ആ മെക്കാനിസം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു പിസ്റ്റൺ മാത്രമല്ല, ഇതിനകത്തൊരു ടാപ്പറ്റ് എന്ന് പറഞ്ഞിട്ട് 2 ടാപ്പറ്റ്സ് അപ്പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലോങ് ആയിട്ടുള്ള ഒരു മെക്കാനിസം ശരിക്കും ഇങ്ങനെ പിസ്റ്റൺ അടിക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ കൂടെ ഒരു ചേസ് ഇങ്ങനെ പോയിട്ടാണ് ഈ എൻജിനെ ഫിക്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ചേസിലൂടെ ഈ പിസ്റ്റൺ അടിക്കുന്നതിൻ്റെ ആ ഒരു വൈബ്രേഷൻ തന്നെ നമുക്ക് ഹാൻഡിലും അതുപോലെ എൻറ്റയർ വണ്ടിയിൽ കിട്ടും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സസ്പെൻഡഡ് ആയിട്ട് ഈ ഒരു എൻജിനിന്, അതായത് 2 സസ്പെൻഷൻ്റെയും നടുവിലായിട്ട് അടിയിലൊരു പ്രത്യേകിച്ചൊരു സപ്പോർട്ടൊന്നും കൊടുക്കാതെ ഇതിനെ ഹാങ് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു എൻജിൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതേസമയം ഈ ഒരു ടെക്നോളജി മാറി ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ ക്യാം ഷാഫ്റ്റ് എന്നുള്ള ടെക്നോളജി ഉണ്ട്. ഇത്രയും ലോങ് ആയിട്ട് ആ പിസ്റ്റൺ, അതെനിക്ക് തോന്നുന്നു അതിൻ്റെ ആ ഒരു ലെങ്ത്തും കുറച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ വണ്ടിയിൽ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നന്നായിട്ട് വൈബ്രേഷനും കുറഞ്ഞു. ആ വൈബ്രേഷൻ കുറഞ്ഞ എൻജിൻ ആയതുകൊണ്ടാണ് അവർ 2 ട്യൂബുലർ, അതായത് 2 അപ്പുറത്തും ഇപ്പുറത്തും 2 ട്യൂബ് അടിയിൽ കൂടെ പോയിട്ട് ആ ട്യൂബിലാണ്, ആ ഒരു ഫ്രെയിമിലാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എൻജിനെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ യൂണിറ്റ് കൺസ്ട്രക്ഷൻ എൻജിൻ കുറച്ച് മെയിൻ്റനൻസ് ഫ്രീ ആയിരുന്നു എന്നുള്ളത് ഒഴിച്ചു മാറ്റിയാൽ ഇതേ സെയിം സിസ്റ്റം കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള കുറച്ചും കൂടെ വലിയ ഒരു 2-3 യൂണിറ്റ് ആയിട്ടായിരുന്നു പഴയ നമ്മുടെ അതായത് കാസ്റ്റ് അയൺ എൻജിൻ എന്ന് പറയുന്നത്. പക്ഷേ ആ കാസ്റ്റ് അയൺ എൻജിനകത്ത് പോലും ഈ സെയിം ടെക്നോളജിയാണ്. അതുകൊണ്ടാണ് പണ്ടുള്ള വണ്ടികളൊക്കെ യൂസ് ചെയ്യുന്നവർ പറയും കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ വെയിറ്റ് കൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഫ്രെയിമൊക്കെ പെട്ടെന്ന് അതിന് തുളവുകളൊക്കെ സംഭവിക്കുമെന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഇത്രയും പ്രത്യേകതകളൊക്കെ ഉള്ള ഈ ഒരു എൻജിനിൽ നിന്നും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള J സീരീസ് എൻജിനിലോട്ട്
എന്തുകൊണ്ട് റോയൽ എൻഫീൽഡ് മാറി എന്നുള്ള ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വൈ കാൺട്ട് ദേ ഇപ്പോഴത്തെ മോഡർണൈസ് ചെയ്യാൻ ഈ ഒരു എൻജിൻ യൂണിറ്റിനെ തന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എൻജിൻ യൂണിറ്റായിട്ടൊന്ന് മോഡർണൈസ് ചെയ്താൽ മാത്രം പോരായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷേ അതിന് ഒരു സാധ്യതയാണ്. അതായത് ഈ പുഷ് റോഡ് സംവിധാനം എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഒരു പോസിബിലിറ്റി ഇല്ല. അതായത് പുഷ് റോഡൊക്കെ ഒഴിവാക്കി ക്യാം ഷാഫ്റ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലോട്ട് മാറുമ്പോൾ തന്നെ ഇത് ഈ ഒരു പഴയ ഒരു ടെക്നോളജിയെ അവർക്ക് ഒരു രീതിയിലും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതായത് ഇപ്പോൾ റീസെൻ്റായിട്ട് തന്നെ നമ്മുടെ ഈ BS6 നോംസ് ഒക്കെ വന്നപ്പോഴത്തേക്ക് ഒരു ഇതിൽ ട്വിൻ സ്പാർക്കാണ്. അതായത് ബോത്ത് സൈഡ്സിലും സ്പാർക്ക് പ്ലഗ്സ് ഉണ്ട്. ഇവിടെ ഒരു സ്പാർക്ക് പ്ലഗ് ഉണ്ട്, അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും ഒരു സ്പാർക്ക് പ്ലഗ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു റൈറ്റ് സൈഡ് സ്പാർക്ക് പ്ലഗിനെ അവർ ഒഴിവാക്കിയിട്ട് കുറച്ച് അപ്ഗ്രഡേഷൻ ഈ റീസെൻ്റായിട്ട് വരുത്തിയിരുന്നു. കാരണം അത് BS6 നോംസിനെയൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പൊല്യൂഷൻ നോംസിനെയൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരത്തിലൊരു ആൾട്രേഷൻ ഈ വണ്ടിയിൽ തന്നെ അവർ വരുത്തിയിരുന്നു. പക്ഷേ എങ്കിലും അങ്ങനെ ഒരു അപ്ഗ്രേഡൊക്കെ വന്നപ്പോഴത്തേക്ക് ആ സൗണ്ടൊക്കെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു നോട്ട് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ മാത്രമല്ല ഈ ഒരു ടെക്നോളജി കൊണ്ട് പ്രത്യേകിച്ച് ഫ്യൂവൽ കൺസംഷൻ ഇതിന് കൂടുതലുമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് എത്രയായിരുന്നാലും ഒരു ഭാവിയെ സംബന്ധിച്ചിടത്തോളം റോയൽ എൻഫീൽഡിന് ഈ ഒരു എൻജിനെ എന്നേക്കുമായിട്ട് അവർക്ക് ഉപേക്ഷിക്കേണ്ടി വരും എന്നുള്ളതായിരുന്നു അതിൻ്റെ പിന്നിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു ഫാക്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഈ ഒരു വിജയകരമായിട്ടുള്ള UC എൻജിനിൽ നിന്നും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള J സീരീസ്, അതൊരു ന്യൂ പ്ലാറ്റ്ഫോം, അതായത് ഈ പ്ലാറ്റ്ഫോമിൽ പുതിയ എൻജിനെ ഘടിപ്പിക്കാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവരൊരു എൻറ്റയർലി ന്യൂ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതിലേക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് J സീരീസ് എൻജിനെ അവതരിപ്പിച്ചത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കോമ്പിറ്റൻസി റോയൽ എൻഫീൽഡിന് ഇനിയിപ്പോൾ അങ്ങോട്ട് നേരിടേണ്ടി വരും. അപ്പോൾ അതിൻ്റെയോടൊപ്പം പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നെക്കായിട്ട് ആ ഒരു പുതിയ ഒരുപാട് ജാപ്പനീസ് വണ്ടികൾ വരും, അതുപോലെ ട്രയംഫ്, അങ്ങനെയുള്ള ഒരുപാട് മോഡൽസ് ഇന്ത്യയിൽ നല്ല കുറച്ചും കൂടി ഒരു അഫോർഡബിൾ സെഗ്മെൻറ്റിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് റോയൽ എൻഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫുൾ ഗെയിം പ്ലെയർ ആയിരിക്കേണ്ടതുണ്ട്. അത് യൂണിവേഴ്സിലി അവരൊരു നല്ല ഗെയിം പ്ലെയറായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു എൻജിനെ എന്നേക്കുമായിട്ട് അവർ വിഡ്രോ ചെയ്തത്. അപ്പോൾ ആ ഒരു വിഡ്രോവലോടുകൂടി ശരിക്കും ഒരു വലിയ എറയുടെ ഒരു എൻഡിങ് ആണ് സംഭവിച്ചത്. അതായത് ഈ പുഷ് റോഡ് പണ്ട് മുതൽ യൂസ് ചെയ്തിരുന്ന ആ ഒരു ടെക്നോളജിയിൽ നിന്നും പൂർണ്ണമായിട്ടും റോയൽ എൻഫീൽഡ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയിലോട്ട് മാറിയിരിക്കുന്നു. സോ ഓൾ ദാറ്റ് വി ക്യാൻ സേ ഈസ് ഇറ്റ്സ് ആൻ എൻഡ് ഓഫ് ദ പുഷ് റോഡ് എറ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് എൻജിൻസിൻ്റെ ഒരു എറ തന്നെ എൻഡ് ചെയ്തു എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ ഉള്ള മെക്കാനിസംസ് ഒക്കെയാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എൻജിനെ സംബന്ധിച്ചിടത്തോളം അത്ര പെട്ടെന്നൊന്നും കംപ്ലയിൻസ് ഒന്നും വരത്തില്ല. നമുക്ക് അതിൻ്റെ ഈ ഒരു എൻജിൻ്റെ ഒരു മോൾഡിംഗ് ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എൻജിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അറിയാം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടും വളരെ നല്ല ഭംഗിക്കൊക്കെ കാർവ് ചെയ്തെടുത്തിട്ടുള്ള നല്ല ഒരു ഷേപ്പും നല്ലൊരു പവർ ഔട്ട്പുട്ടും, അതുപോലെ ഐഡിലിൽ നിന്നല്ല നല്ല റൈഡ് ചെയ്താൽ തന്നെ ഒട്ടും വൈബ്രേഷൻ ഇല്ല. അതൊരു എടുത്തു പറയേണ്ടത്. അതിന് ശരിക്കും റോയൽ എൻഫീൽഡിന് ഒരു ഹാറ്റ്സ് ഓഫ് തന്നെ പറയേണ്ടതാണ്. കാരണം ഇത്രയും വൈബ്രേഷൻ കുറയ്ക്കാൻ കഴിഞ്ഞു. അതായത് ഈ ഒരു ടിപ്പിക്കൽ എൻജിനിൽ നിന്ന് മാറിയപ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് റോയൽ എൻഫീൽഡിന് ആ വൈബ്രേഷനൊക്കെ ഒഴിവാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ഭയങ്കര ഒരു അഡ്വാൻസ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ എനിക്കിപ്പോഴത്തെ ലേറ്റസ്റ്റ് വണ്ടി റൈഡ് ചെയ്തതിൽ നിന്നും ഇതുപോലുള്ളൊരു കംഫർട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം അതൊരു പക്ഷേ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടായിരിക്കാം ഞാനിതിലങ്ങ് അത്രത്തോളം ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇതിനെ അത്രത്തോളം എൻ്റേതായിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസ് ഒക്കെ ചെയ്ത് യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഇത് റൈഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു കംഫർട്ടും ആ ഒരു സുഖമൊന്നും എനിക്ക് പുതിയ വണ്ടിയിൽ അത്രത്തോളം ഫീൽ ചെയ്തില്ല. പുതിയ വണ്ടിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഒരുപാട് കംഫർട്ട് ലെവൽസ് ഉണ്ട്. അതുപോലെ ഈ സ്പ്രിങ്സ് ഒക്കെ ശരിക്കും ഇതിൻ്റെ റൈഡിങ് എർഗണോമിക്സുമായിട്ട് വളരെയധികം ബന്ധമുള്ളതാണ്. ഞാനും ആദ്യം ഇതൊരു ഷോ പീസ് എലമെൻ്റ് എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ശരിക്കും ഇത് റൈഡിങ്ങുമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ റൈഡിങ് ഡൈനാമിക്സിനെയും ആ ഒരു എർഗണോമിക്സിനെയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു എലിമെൻ്റാണ് ഈ ഒരു സ്ട്രക്സ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വണ്ടിയിൽ ഇതൊരു അക്സസറി ആയിട്ട്, അല്ലെങ്കിൽ ഒരു അഡീഷണൽ എലിമെൻ്റായിട്ട് അവർ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വാങ്ങിച്ച് വെക്കാനുള്ള ഓപ്ഷനുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പോഴത്തെ വണ്ടിയിൽ ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേസമയം ഈ ഒരു സ്ട്രക്സിൻ്റെ കംഫർട്ട് നല്ലതുപോലെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള വിങ്ഡ് ഹാൻഡിൽ ബാറിലിരുന്ന്, അല്ലെങ്കിൽ വിങ്ഡ് ഹാൻഡിൽ ബാർ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ആ ഒരു പ്രഷർ മാക്സിമം ഇതിനകത്തോട്ട് വരികയും ഈ ഒരു സസ്പെൻഷൻ്റെ ആ ഒരു സ്ട്രക്സിൻ്റെ എഫക്റ്റ് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും റൈഡ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ബാക്കൊക്കെ എടുത്താൽ തന്നെ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു സ്ട്രക്ചറാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇപ്പോഴത്തെ എലിമെൻറ്റും മോശമൊന്നുമല്ല, പക്ഷേ എങ്കിലും ഇവിടത്തേക്ക് ഒരു മെറ്റൽ അവർ ഒരുപാട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഭാഗങ്ങളിലൊക്കെ മെറ്റൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ഈ കവറിങ് ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചറിയാം പെട്ടെന്ന് റസ്റ്റിങ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഈ ഒരു പാർട്ട് അവർ ഫൈബറാക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ട് പുതിയ വണ്ടിയിൽ. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇത്രയും ടെക്നോളജിയിലും അല്ലെങ്കിൽ എൻജിനിലൊക്കെ വ്യത്യാസം വരുത്തിയെങ്കിലും
ഇതിൻ്റെ ആ ഒരു റിട്രോ സ്റ്റൈലിങ്, ആ ഒരു ക്ലാസിക്കിൻ്റെ ആ ഒരു റിട്രോ സ്റ്റൈലിങ്ങിൽ ഒരു തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഒരുപാട് അപ്ഗ്രേഡേഷനൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ ഫ്രണ്ട് ഫോക്സൊക്കെ കുറച്ചും കൂടെ വൈഡാണ്, കുറച്ചും കൂടെ ബാരലൊക്കെ ഒത്തിരി കൂടെ വലുതാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ ആ ഒരു റിട്രോ എലിമെൻറ്റ്സ് ഒന്നും വലിയൊരു ഒട്ടും ബോറാക്കാത്ത രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇത്തരത്തിലൊരു വിങ് ടൈപ്പ് ഹാൻഡിൽ ബാറും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നെന്ന് എനിക്ക് തോന്നി റൈഡ് ചെയ്ത സമയത്ത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് UC എൻജിൻ, അതായത് പഴയ ആ ഒരു യൂണിറ്റ് കൺസ്ട്രക്ഷൻ എൻജിൻ, അതായത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ് കൺസ്ട്രക്ഷൻ എൻജിനും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള J സീരീസ് എൻജിനുമായിട്ടുള്ളൊരു വ്യത്യാസം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ഇനി നമുക്കിതുപോലെ ഒരു ക്ലാസിക്കിൻ്റെ ഒരു റൈഡിങ് എക്സ്പീരിയൻസ് ആയിട്ടോ, അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ആയിട്ടോ, അല്ലെങ്കിൽ ഒരു ട്രൈബർ വിശേഷമായിട്ടോ, അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ ഒക്കെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.